ഒരു കൊടൂര വൈറസ് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. ബ്രദേഴ്സ് ആയിട്ടുള്ള ബ്രയാനും ഡാനിയും ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഒരു ടർട്ടിൽ ബീച്ച്. അവിടെ ഇനി മുതൽ ജീവിക്കാമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഈ വൈറസിനൊരു പേരും ഇട്ടിട്ടുണ്ട്, ദ വേൾഡ് എൻഡർ വൈറസ്. അതേ കൂട്ടുകാരെ, ഒരു കിഡിലൻ അമേരിക്കൻ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ത്രില്ലറാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പം നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വൈറസ് വന്നതോട് കൂടിയിട്ട് മാസ്ക് വെക്കാതെ ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. സിനിമയുടെ തുടക്കത്തിൽ ഒരു ബീച്ചാണ് കാണിക്കുന്നത്, ടർട്ടിൽ ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ച്. വളരെ ചെറുപ്പത്തിൽ നമ്മുടെ ബ്രയാനും ഡാനിയും ഒരുമിച്ച് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് ഈ ബീച്ചിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങോട്ടേക്കാണ് ഇപ്പൊ ഇവർ രക്ഷ തേടി പോകുന്നത്. ഇവനാണ് ബ്രയാൻ, ഈ ഇരിക്കുന്നതാണ് കെയ്റ്റ്. ബ്രയാന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയാണ് ബോബി, അവന്റെ ഗേൾഫ്രണ്ട് ആണ്. ഇവരങ്ങനെ ബീച്ചും ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിന്റെ നടുവിലായിട്ട് ഒരു വണ്ടി കിടക്കുന്നത് കാണുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ ബ്രയാന് മനസ്സിലായി എന്തോ ഒരു വള്ളിയാണെന്ന്. അപ്പം തന്നെ ഇയാൾ അടുത്തേക്ക് വരികയാണ്. അയാളുടെ പേര് ഫ്രാങ്ക് എന്നായിരുന്നു. പുള്ളിക്കാരന്റെ വണ്ടിയിലെ ഫ്യൂവല് കഴിഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് പുള്ളിക്കാരന്റെ മകളും കൂടെയുണ്ട്. മകളുടെ പേര് ജോഡി എന്നാണ്. പക്ഷേ മകളാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിരുന്നു. ഇവർക്കാണെന്നുണ്ടെങ്കിൽ ആകെ പേടിയായി തുടങ്ങി. എല്ലാവരും ഗ്ലാസ് ഒക്കെ മുകളിലേക്ക് പൊക്കിയിട്ടുണ്ട് കാറിന്റെ. ഫ്രാങ്കിനെയും മകളെയും കൊണ്ടുപോകുമെന്നാണ് ഫ്രാങ്ക് ഇപ്പൊ ഇവരുടെ അടുത്ത് ചോദിക്കുന്നത്. ഇവർ സമ്മതിക്കുന്നില്ല. അതോടുകൂടി ഫ്രാങ്ക് ആണെന്നുണ്ടെങ്കിൽ ആക്രമിക്കാനായിട്ട് ഇവരുടെ നേരെ വരികയാണ്. ആ കുട്ടി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്ഥിതിക്ക് ഇയാളും ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്, നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ ഉടനെ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു വണ്ടിയുടെ തൊട്ടടുത്ത് കൂടെ എടുത്തുകൊണ്ട് പോവുകയാണ്. പക്ഷെ അപ്പോഴേക്കും അയാൾ ആ കാറിന്റെ ചില്ല് തകർക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ടുള്ള പരിക്കൊന്നും പറ്റിയില്ല, പക്ഷെ വണ്ടിക്ക് നല്ല പരിക്ക് പറ്റി. വണ്ടിയുടെ അടിയിൽ കല്ലടിച്ചിട്ട് വണ്ടിയുടെ ആക്സിലും മറ്റൊക്കെ പോയിട്ടുണ്ട്. വണ്ടി കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ മൊത്തം പുകയും കാര്യങ്ങളൊക്കെ വന്നിട്ട് വണ്ടി അവിടെ നിന്ന് പോവുകയാണ്. ബ്രയാനാണെന്നുണ്ടെങ്കിൽ ആകെ പ്രാന്ത് പിടിക്കാൻ തുടങ്ങി. മൊത്തത്തിൽ വണ്ടി അങ്ങോട്ട് കത്തി പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡാനിയും പറയുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇവരെല്ലാവരും മന്ദം വിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പിസ്റ്റൾ ഉപയോഗിച്ചിട്ട് ഒരു ബോർഡിന്റെ നോക്കിയിട്ട് വെടിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് കെയ്റ്റ് ഡാനിയുടെ അടുത്ത് ഒരു കാര്യം പറയുന്നത്, നമുക്ക് തിരിച്ചു പോയിട്ട് അയാളുടെ വണ്ടി എടുത്തൂടെ, നമ്മുടെ കയ്യിൽ എന്തായാലും ഫ്യൂവൽ ഉണ്ടല്ലോ, ആ ഒരു വണ്ടിയിൽ പോവാലോ. അപ്പൊ അവരെ എന്ത് ചെയ്യും, അവരെ അങ്ങ് തീർത്ത് കളയാന്നാണ് ബ്രയാനും പറയുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങോട്ടേക്ക്, അതായത് നേരത്തെ കണ്ട ആ ഫ്രാങ്കിന്റെ അടുത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ബ്രയാൻ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് മാത്രം അവനും ഇപ്പൊ ഇവരുടെ കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. നടന്ന് ഊപ്പാട് ഇളകിയിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം ഫ്രാങ്കിന്റെ അടുത്ത് ഇവരെത്തി. അയാൾ അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കാർ എനിക്ക് വേണം എന്ന് ബ്രയാൻ പറഞ്ഞിട്ട് അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടുകയാണ്. അപ്പൊ അയാൾ ഈ ഒരു സീറ്റിൽ, ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നിട്ട്, നീ എന്നെ വെടിവെച്ചോ, എന്റെ രക്തം ഈ ഒരു കാറിൽ മുഴുവനാവും, പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാനും ഇൻഫെക്റ്റഡ് ആയിരിക്കുമല്ലോ എന്തായാലും. അങ്ങനെ ഇവരെല്ലാവരും ഒരു തീരുമാനത്തിലെത്തി, ഫ്രാങ്കിനെയും ജോഡിയെയും ഈ കാറിന്റെ ഏറ്റവും പുറകിലത്തെ സീറ്റിൽ ഇരുത്താനായിട്ട്. നമ്മുടെ ഇവിടെ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ റൂബർ ടാക്സിയിലൊക്കെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് മറച്ചിട്ടുണ്ടായിരുന്നില്ലേ, പാസഞ്ചേഴ്സും ഡ്രൈവറും തമ്മിലുള്ള അകലം പാലിക്കാനായിട്ട്. അതുപോലെയാണ് ഇപ്പോൾ ഒരു ക്രമീകരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ആ ഒരു കാറിന്റെ എല്ലാ ഭാഗവും ഇവർ ഡെറ്റോളും പിന്നെ മറ്റുള്ള സ്റ്റെറിലൈസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ കേട് വന്ന് കിടന്നിരുന്ന ആ ഒരു കാറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതിലുണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കളും കാര്യങ്ങളൊക്കെ ഈ ഒരു കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്രാങ്കും മകളും പോകുന്നത് മറ്റെങ്ങോട്ടുമല്ല, ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു ഹൈസ്കൂൾ ഉണ്ട്. അവിടെ ഈ ഒരു പാൻഡമിക്കിന് എതിരായിട്ടുള്ള ഒരു സിറം കണ്ടുപിടിച്ചെന്നുള്ള ഒരു വാർത്ത ഫ്രാങ്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. മകളുടെ ഈ ഒരു അസുഖം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് തന്നെ. പ്രയം വൃത്തിയോട് പറഞ്ഞപ്പോൾ നമ്മുടെ ബോബി ആണെന്നുണ്ടെങ്കിൽ അത് തടഞ്ഞു. അതോടുകൂടിയിട്ട് ഈ വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. ഒരു വിധത്തിലാണ് നമ്മുടെ ബ്രയാൻ ആ ഒരു വണ്ടി ബ്രേക്ക് ഇട്ട് നിർത്തുന്നത്. എന്തോ ഭാഗ്യത്തിന് ആ ഒരു പ്ലാസ്റ്റിക് കവർ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർക്കും ഇൻഫെക്റ്റഡ് ആവുമായിരുന്നു. കാരണം പുറകിലത്തെ സീറ്റിൽ രണ്ടുപേരും ഇൻഫെക്റ്റഡ് ആയിട്ട് ഇരിക്കണമല്ലോ, ആ ഒരു മകളും അച്ഛനും. അപ്പോഴാണ് ഇവർ കാറ് നിർത്തിയ ആ ഒരു സ്ഥലത്ത് ഒരു വണ്ടി കിടക്കുന്നവർ കാണുന്നത്. അതിൽ നിന്ന് പെട്രോൾ എടുക്കാനായിട്ട് ഇപ്പൊ ഡാനിയും ബ്രയാനും ചെല്ലുന്നുണ്ട്. ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് നിൽക്കായിരുന്നു. ഡാനി അങ്ങനെ ആ ഒരു ഡ്രൈവിംഗ് സീറ്റ് തുറന്നു നോക്കുമ്പോൾ അതിലൊരാൾ മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അയാൾ കണ്ണു തുറന്നു. അതൊരു സൂമ്പിയായിരുന്നു, പക്ഷെ ഉപദ്രവകാരിയൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഒരുവിധം അവിടെ നിന്ന് പെട്രോളൊക്കെ എടുത്തതിന് ശേഷം ഇപ്പൊ രാത്രിയായപ്പോൾ ഒരു സ്ഥലത്ത് ഇവർ തങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ്. ബ്രയാന്റെ അനിയൻ ഡാനി ആണെന്നുണ്ടെങ്കിൽ ഈ ഫ്രാങ്കിനോടും അയാളുടെ മകളോടും നല്ല രീതിയിലാണ് പെരുമാറുന്നത്. പക്ഷെ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചും. പെട്ടെന്നാണ് ഇവർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ കുറച്ച് അങ്ങ് അകലെയായിട്ട് ഒരാളെ വെടിവെച്ചിടുന്നത് ഇവർ കാണുന്നത്. ഇവർ അവിടെ തീ കത്തിച്ചിരുന്നതൊക്കെ അപ്പം തന്നെ അണച്ചു. അല്ലെങ്കിൽ ഇവരുടെ അടുത്തേക്കും വരും. കാരണം ഇപ്പം മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല്ലുംപിടിയാണ്, എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ ഫ്യൂവലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അന്നത്തെ ദിവസം എങ്ങനെയൊക്കെയോ ഇവരവിടെ കഴിച്ചു കൂട്ടി. അതിനുശേഷം രാവിലെ ആകുമ്പോൾ ഇവർ പോകുമ്പോൾ ഒരു വലിയ പോസ്റ്റ്മലായിട്ട് ഒരാളെ ഇങ്ങനെ തീർത്തിട്ട് അവിടെ കെട്ടി വെച്ചിരിക്കുകയാണ്. എന്താ സംഭവം എന്നൊന്നും ഒരു പിടുത്തമില്ല. അങ്ങനെ നേരത്തെ
നമ്മുടെ ഫ്രാങ്ക് പറഞ്ഞതുപോലെയുള്ള ആ ഒരു ഹൈസ്കൂളിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. എന്തായാലും അവിടെ ആ ഒരു സിറം ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോഴും നമ്മുടെ ഫ്രാങ്ക് പറയുന്നത്. പക്ഷേ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും അവിടെ ഉണ്ടാവില്ല, പിന്നെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ബോബി മാത്രം ഈ ഒരു പെൺകുട്ടിയെ നോക്കാനായിട്ട് കാറിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. ബാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ ഈ ഒരു ഹൈസ്കൂളിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. പക്ഷേ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഫ്രാങ്കിനാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ കൂടിക്കൂടി വന്നു. അവിടെ ഉണ്ടായിരുന്ന ഫോണിലും മറ്റുമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് നമ്മുടെ കേറ്റ്. അപ്പൊ കേറ്റിന്റെ അടുത്ത് ബ്രയാൻ പറയുന്നുണ്ട് അതൊന്നും വർക്കാവൂല, അതൊക്കെ നിലച്ചിട്ട് മാസങ്ങളായിട്ടുണ്ടാവുന്നു. പക്ഷെ ഒരു ഭാഗത്ത് എത്തിയപ്പോ അവിടെ ഒരുപാട് പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഓരോ ബെഡിലും ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതായത് പുറത്തേക്ക് കോണ്ടാക്ട് വരാത്ത രീതിയിൽ. അവിടെ ഒരു ഡോക്ടറും പിന്നെ കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു. കൂടുതൽ പേരും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇയാൾ എന്തൊക്കെയോ ഒരു പരീക്ഷണങ്ങളും മറ്റൊക്കെ നടത്തിയിട്ട് എല്ലാം ഫ്ലോപ്പ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കുട്ടികളും ഇയാളും ഈ ഡോക്ടറും ഒരുമിച്ച് തന്നെ ഇപ്പൊ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്. പക്ഷെ നമ്മുടെ ഫ്രാങ്ക് ആണെന്നുണ്ടെങ്കിൽ അത് തടയാനായിട്ട് ബ്രയാന്റെ കയ്യിൽ നിന്ന് പിസ്റ്റൾ വാങ്ങിയിട്ട് അയാൾക്ക് നേരെ ചൂണ്ടുന്നുണ്ടെങ്കിലും ഇനി വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഈ കുട്ടികൾ ഇങ്ങനെ പെടഞ്ഞു മരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യാന്നും ആ ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഫ്രാങ്കും അയാളുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അവിടെ നിന്ന് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഇതേ സമയം കാറിനുള്ളിലിരിക്കുന്ന നമ്മുടെ ജോഡി മോൾക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയാണ്. അവളാണെന്നുണ്ടെങ്കിൽ അവിടെ പെടഞ്ഞു വീഴുന്നു കണ്ടപ്പോൾ തന്നെ മറ്റൊരു വഴിയില്ലാന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ബോബി ആണെന്നുണ്ടെങ്കിൽ അവളുടെ ആ ഒരു ഓക്സിജൻ മാസ്കും കാര്യങ്ങളൊക്കെ അവൾക്ക് വെച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അറിയാതെ അങ്ങോട്ട് ചുമച്ചു പോകുമ്പോൾ അവളുടെ മുഖത്തേക്ക് ഈ ഒരു പെൺകുട്ടിയിൽ നിന്നുണ്ടായിരുന്ന ആ ഒരു സ്രവം മറ്റുമൊക്കെ ആവുകയാണ്. അതോടുകൂടി ഇവർക്ക് പേടിയായി തുടങ്ങി. അവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈസ്കൂളിൽ പോയതിന് ശേഷം തിരിച്ചു വരുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ ആ ഒരു പ്ലാസ്റ്റിക് കവറുകളൊക്കെ പഴയതുപോലെ തന്നെ ആക്കി. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവൾ അവിടെ ഇരിക്കുകയാണ്. ഫ്രാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരെ ഇവരെ എത്തിക്കാന്നാണ് ബ്രയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു കുട്ടിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ ഫ്രാങ്ക് ആണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ അടുത്ത് ബാത്റൂം അവിടെയാണെന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുട്ടിക്ക് നടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഫ്രാങ്കും ഈ ഒരു കുട്ടിയുടെ അടുത്ത് നടക്കുകയാണ്. തിരിച്ചു നടക്കുമ്പോൾ ഫ്രാങ്ക് ആണെന്നുണ്ടെങ്കിൽ അവരോട് പൊക്കോളൂ എന്നുള്ള ഒരു ആംഗ്യം കാണിക്കുന്നുണ്ട്. ആ ഒരു അച്ഛൻ്റെ എല്ലാ പ്രതീക്ഷകളും നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇവരുടേതായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചതിന് ശേഷം ബ്രയാൻ ഡാനിയുടെ അടുത്ത് വണ്ടിയിൽ കയറാൻ പറയാണ്. എന്നിട്ട് ഇവർ അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. പോകും വഴിയിൽ വണ്ടി നിർത്തിയിട്ട് കാറിന്റെ ഏറ്റവും പുറകിലുള്ള ആ ഒരു കമ്പാർട്ട്മെന്റ് മൊത്തം ഇവർ വൃത്തിയാക്കുന്നുണ്ട്. ബോബി ആണെന്നുണ്ടെങ്കിൽ അവളുടെ ആ ഒരു കോട്ട് എടുത്തിട്ട് കാറിന്റെ അടിയിലേക്ക് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. കാരണം അതിൽ മൊത്തം രക്തമുണ്ടായിരുന്നു. ബോബിക്ക് പേടിയായിരുന്നു ഈ കാര്യം ഇവരുടെ അടുത്ത് ആരെടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളും എന്തായാലും ഒറ്റപ്പെടും. ഇരുട്ടുന്നതിന് മുമ്പ് ഒരു ഷെൽട്ടർ കണ്ടുപിടിക്കാനായിട്ടുള്ള തിരക്കിലാണ് ഇവരെല്ലാവരും. അങ്ങനെ പോകും വഴിയിൽ ഒരു വീട് ഇവർ കണ്ടെത്തി. നമ്മുടെ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ ബോബിയെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഈ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവളെ ഒന്ന് കിസ് ചെയ്യാൻ പോലും ഇവന് പറ്റുന്നില്ല. കാരണം അവൾ സമ്മതിക്കുന്നില്ല. അവനിലേക്കും ഈ ഒരു രോഗം പടർന്നാലോ എന്നാണ് അവൾ വിചാരിക്കുന്നത്. അതിനൊക്കെ ശേഷം നമ്മുടെ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതിനുള്ളിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കിടക്കുന്ന അവൻ കാണുന്നത്. ചുമ്മാ അതിലിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് അറിയാതെ കാൽ വഴുതി വീണു പോകുന്നത്. എന്തോ ഭാഗ്യത്തിന് ആ ഒരു വെള്ളമൊന്നും അവന്റെ മേത്തായില്ല. മേത്തായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനും ആ ഒരു രോഗം വരും. ആ പലകയിൽ അവൻ അള്ളി പിടിച്ചിരുന്നോണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ബീച്ച് ബഗ്ഗി പോലുള്ള ഒരു ചെറിയ വണ്ടി എടുത്തിട്ട് നമ്മുടെ ബ്രയാൻ ഓടിച്ച് കളിക്കുകയാണ്. അതിൽ നിന്ന് അവൻ വീഴുന്നുണ്ട്. എന്നിട്ട് ഇവളുടെ അടുത്ത് കൈയാടി ഞാനൊന്ന് എഴുന്നേക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോബി ആണെന്നുണ്ടെങ്കിൽ ബ്രയാന് കൈയൊന്നും കൊടുക്കുന്നില്ല. കാരണം രോഗം പകർന്നാലോ. ഇവനാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സംശയവും വരുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഇവരെല്ലാവരും ഇപ്പോൾ ഗോൾഫും മറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ബോൾ അടിച്ചിട്ട് അടുത്തുണ്ടായിരുന്ന ആ ഒരു വീടിന്റെ ജനാല മൊത്തം തകർത്തുകൊണ്ടിരിക്കുകയാണ് 3 പേരും കൂടി ചേർന്നിട്ട്. പക്ഷെ അത് ആരോ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ഒരുപാട് ഫുഡ് സപ്ലൈസ്, ആർമറീസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഒരു ബോൾ ഇവർ അടിച്ച് കയറ്റി വിട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ രാത്രി ആയപ്പോൾ നമ്മുടെ കേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഫോണുകളൊക്കെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കുകയാണ് എൻ്റെ പേരൻസിനെ വിളിക്കാനായിട്ട്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ബോബി ആണെന്നുണ്ടെങ്കിൽ അവളെ ചെറുതായിട്ടൊന്ന് കളിയാക്കുന്ന രീതിയിൽ വന്നിട്ട് പറയാണ്, എടി മോളെ ഈ കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇല്ലാതായിട്ട് എത്രയോ മാസങ്ങളായിട്ടുണ്ട്, പിന്നെ നീ ആരെയും വിളിക്കുന്നത്? പെട്ടെന്നാണ് ഇവരുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് കുറെ മാസ്ക് കിട്ടിട്ട് ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നത്. ഒരുവിധം ഇവരവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കി. പക്ഷേ പണി പാളി. നമ്മുടെ കേറ്റും ഡാനിയും ആണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടിയതും ആ ഒരു വാതിലങ്ങോട്ട് തുറന്നപ്പോഴും പുറത്തും ഇവരുടെ ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെ തോക്കുമുനയിൽ നിർത്തിയിട്ട് ഇപ്പൊ കൊണ്ടുവരികയാണ് പുറത്തേക്ക്. ഇതേ സമയം ഇതൊന്നും അറിയാണ്ട് നമ്മുടെ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ പുറത്തുണ്ടായിരുന്നു. ബ്രയാൻ ഒരു മാസ്ക് ധരിച്ച ആളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ബാക്കിയുള്ളവരെ തോക്കും ചൂണ്ടിയിട്ട് ബ്രയാന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. കുറച്ചു നേരം ഇവരെ വട്ട് കളിപ്പിച്ചെങ്കിലും പിന്നീട് ഇവരുടെ അടുത്ത് പോകാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിലൊരുത്തന്റെ മനസ്സ് മാറി. അതിലൊരുത്തനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയുന്നത് ഈ പെണ്ണുങ്ങൾ ഇവിടെ നിൽക്കട്ടെ എന്നാണ്. അതായത് കേറ്റും ബോബിയും ഇവിടെ തന്നെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇവർ ഇൻഫെക്റ്റഡ് ആണോ എന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് ഈ 2 പെൺകുട്ടികളോടും ഇവർ തുണി അഴിക്കാനായിട്ട് പറയുകയാണ്.
അങ്ങനെ നമ്മുടെ ബോബി അഴിച്ചപ്പോഴത്തേക്കും അവളുടെ വയർഭാഗത്തായിട്ടൊക്കെ ഇൻഫെക്ഷൻ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ബോബിയും ബാക്കിയുള്ള എല്ലാവരും ഇത് കാണുന്നത്. ഈ മാസ്ക് ധാരികളാണെന്നുണ്ടെങ്കിൽ അവിടെയൊന്നും അപ്പം തന്നെ അകത്തേക്ക് ഓടി പോകുന്നുണ്ട്. കാരണം തോക്കൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, എങ്ങാനും ഇൻഫെക്റ്റഡ് ആയാൽ തീർന്നില്ലേ. ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നാലും ഇവർ 4 പേരും വണ്ടിയിൽ കയറിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെയ്റ്റിന് പോലും നമ്മുടെ ബോബിയുടെ അടുത്തിരിക്കാൻ പേടിയാണ്. ഇവരങ്ങനെ അവിടെ നിന്ന് യാത്ര തുടർന്നു. ശേഷം ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ അവർ എത്തിയിട്ടുണ്ട്. കെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡാനിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നിന്റെ ചേട്ടൻ്റെ അടുത്ത് എനിക്ക് പറഞ്ഞൂടെ, അവളെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണ്ടേ, എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ കെയ്റ്റ് നമ്മുടെ ഡാനിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഡാനി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരെ ബ്രയാൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യം പറഞ്ഞു. ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. തനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത്. അങ്ങനെ ഇവർ വീണ്ടും 4 പേരും വണ്ടിയിലൊക്കെ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് കാർ സ്റ്റാർട്ട് ചെയ്തുമ്പോഴത്തേക്കും നമ്മുടെ ബ്രയാൻ പറയുന്നുണ്ട്, നീ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. നമ്മുടെ ബോബി ആണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിപ്പോവാണ്. അവൾ ആകെ ഒറ്റപ്പെട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ അത്രയും വേണ്ടപ്പെട്ട ഒരാളെ നമ്മൾ പകുതി വഴിയിൽ വെച്ച് ഇറക്കി വിടുകയാണ്. അപ്പോൾ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ ചൂടായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാണ് ആ ഒരു കുട്ടിയിൽ നിന്ന് അകലം പാലിക്കാനായിട്ട്, പക്ഷേ നീ കേട്ടില്ല. അങ്ങനെ ഇവൾ എന്ത് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല. അവളെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഇവർ 3 പേരും പോവാണ്. ഡാനിയും കേറ്റും ഒരക്ഷരം മിണ്ടിയില്ല. ബ്രയാനാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ഇവരുടെ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്യൂവൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു കാറിൽ 2 അമ്മച്ചിമാർ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവരങ്ങനെ കാർ നിർത്തി. ബ്രയാൻ്റെ അടുത്ത് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഡാനി ഇവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുകയാണ്. എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്, സംഭവം കള്ളാണ് പറയണത്, എനിക്കിത്തിരി ഫ്യൂവലും കാര്യങ്ങളും വേണം, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും ഒന്നും പറയാണ്ട് നമ്മുടെ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ ഈ 2 സ്ത്രീകൾക്ക് നേരെയും വെടിവെക്കുകയാണ്. അവരും തിരിച്ചും വെടിവെച്ചു. അതുകൊണ്ട് നമ്മുടെ ബ്രയാന് കാലിന് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ 2 പേരെയും അവൻ തീർത്ത് കളഞ്ഞു. എന്നിട്ട് നമ്മുടെ കെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആ ഒരു വണ്ടിയിൽ നിന്നുണ്ടായിരുന്ന എല്ലാ ഫ്യൂവലും കാര്യങ്ങളൊക്കെ ഊറ്റുന്നുണ്ട്. ഇതേ സമയം ഡാനിനെ ഇപ്പോൾ നമ്മുടെ ബ്രയാൻ വഴക്ക് പറയുകയാണ്. ഈ ഒരു സമയത്ത് സൗമ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തനും തരില്ലടാ ഒന്നും, നീ അത് ആദ്യം മനസ്സിലാക്ക്. ഇവരങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വയലിലായിട്ട് ഒരു വീട് കാണുന്നുണ്ട്. ആ ഒരു വീട്ടിൽ എന്തെങ്കിലും മെഡിസിൻസും മറ്റൊക്കെ ഉണ്ടാവും. അതായത് നമ്മുടെ ബ്രയാന്റെ കാലിൽ ഇപ്പം നല്ല രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട്. കെയ്റ്റ് ആണ് ഇപ്പൊ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു വീട്ടിനോട് അടുപ്പിച്ച് ഒരു വണ്ടി നിർത്തി അവിടെ മൊത്തം സേഫ് ആണെന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മുടെ ഡാനി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വീടിന്റെ അകത്തേക്ക് കയറാനായിട്ട് നോക്കുമ്പോൾ മൊത്തം അവർ പട്ടികയും മറ്റൊക്കെ അടിച്ചിട്ട് നല്ല രീതിയിൽ സെക്യൂർ ആക്കി വെച്ചിരിക്കുകയാണ്, ആരും അകത്തേക്ക് കിടക്കാതിരിക്കാനായിട്ട്. അങ്ങനെ ഇവർ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചുമരിനോട് അടുപ്പിച്ചിട്ട് മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന ഒരു ജനലിലൂടെ നമ്മുടെ ഡാനി ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ തോക്കും പിടിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ആ സ്ത്രീ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു, ഒരുപാട് മാസങ്ങളായി മരിച്ചിട്ട്. പെട്ടെന്നാണ് അടുത്ത റൂമിൽ നിന്നൊരു പട്ടി അവൻ കാണുന്നത്. ആ പട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ അപ്പം തന്നെ അവൻ തീർത്ത് കളഞ്ഞതിന് ശേഷം അവർ മരുന്ന് എടുത്തിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് നമ്മുടെ ബ്രയാന്റെ മുറിവും മറ്റൊക്കെ പരിശോധിക്കുമ്പോൾ അവന്റെ വലത്തെ കാലിലായിട്ട് ഇൻഫെക്ഷൻ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആകെ പേടിയായി. അവൻ പെട്ടെന്ന് തന്നെ മാസ്ക് വെക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ കെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പുറത്തുണ്ടായിരുന്ന ഒരു പൈപ്പിൽ നിന്ന് ഒരു അരക്കുളി പാസ്സാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡാനിയുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അവക്ക് കാര്യം പിടികിട്ടി. അതായത് ബ്രയാന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ടെന്ന്. ബ്രയാനെ ഇപ്പൊ ഒരു പുറകിലത്തെ ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റൊക്കെ വെച്ചിട്ടാണ് ഇരുത്തിയിരിക്കുന്നത്. ഇവരങ്ങനെ അന്ന് ഇവർ ചെലവഴിച്ച അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ രാത്രി തങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേട്ടനും അനിയനും പറയുന്നുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഡാനിക്ക് ഇപ്പോഴും നല്ല പേടിയുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ മയങ്ങിപ്പോയി. ആ ഒരു തക്കത്തിന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കും അതുപോലെ തന്നെ താക്കോലും എടുത്തിട്ട് ഇവർ വണ്ടിയുടെ ഉള്ളിൽ കയറുകയാണ്. പക്ഷെ നോക്കിയപ്പോൾ താക്കോല് മാറിപ്പോയി. താക്കോല് വേറെ താക്കോലായിരുന്നു. അതായത് ബ്രയാൻ ഇവനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഒറിജിനൽ താക്കോല് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഒരു താക്കോല് ചോദിച്ചപ്പോൾ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നില്ല, ഞാനും നിന്റെ കൂടെ ആ ഒരു ബീച്ചിലേക്ക് വരട്ടെ. പക്ഷേ ഡാനി സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു വഴിയില്ലാതായപ്പോൾ ഡാനി ആണെന്നുണ്ടെങ്കിൽ അവന്റെ ചേട്ടനെ ഷൂട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ചേട്ടന്റെ ശരീരം അവിടെ വെച്ച് തന്നെ അവൻ മറവ് ചെയ്യുക അല്ലെങ്കിൽ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കെയ്റ്റുമൊത്ത് അവൻ അങ്ങോട്ടേക്ക്, അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു ടർട്ടിൽ ബീച്ചിലേക്ക് പോവുകയാണ്. അവർ കുട്ടിക്കാലത്ത് വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് പോകുന്ന ആ ഒരു ടർട്ടിൽ ബീച്ചിലേക്ക്. അവിടെ എന്തായാലും സേഫ് ആയിരിക്കും എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അവിടെ എത്തിയപ്പോഴും തൻ്റെ ചേട്ടൻ്റെ ആ ഒരു നല്ല ഓർമ്മകൾ മാത്രമായിരുന്നു നമ്മുടെ ഡാനിക്ക് ഉണ്ടായിരുന്നത്. കാരണം അവിടെ ഏത് സ്ഥലത്താവും പോവുകയാണെന്നുണ്ടെങ്കിലും അവരുടെ കുട്ടിക്കാലം അപ്പം തന്നെ അവൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. മനുഷ്യൻ്റെ കാര്യം എത്ര നിസ്സാരാണെന്ന് നോക്കിയേ. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇങ്ങനൊരവസ്ഥ നിങ്ങൾക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അവരെ കൈവിടുമോ അതോ കൂടെ നിർത്തുമോ? ആ ഒരു കാര്യം കമൻ്റായിട്ട് രേഖപ്പെടുത്താം മറക്കരുത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കൂട്ടുകാർ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇങ്ങനത്തെ സർവൈവൽ മൂവീസ് അല്ലെങ്കിൽ സോംബി മൂവീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ള കാര്യം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക. ടാറ്റ, ബൈ ബൈ.